ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ മൈസൂരിൽ നിന്ന് രണ്ടാമത്തെ ഡേ ആണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ മൈസൂർ റെയിൽവേ മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇന്നത്തെ ഞങ്ങളുടെ മൈസൂരിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൈസൂർ റെയിൽവേ മ്യൂസിയമാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. സോൾട്ടൺ ഭയങ്കര റെയിൽവേ ക്രീക്കായിട്ടുള്ള ആളാണ്. അപ്പോൾ അതേ നമ്മൾ നേരെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ കയറി. ബാഗ് ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഡെസ്കിൽ പോയിട്ട് ബാഗ് ലോക്ക് ചെയ്തു. അടിപൊളി സ്പേസ് കേട്ടോ, ആർക്കിടെക്ചർ വൈസ് നല്ല അടിപൊളി സ്പേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മ്യൂസിയം. ആ ഒരു സ്പേഷ്യൽ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇത് കയറുമ്പോൾ തന്നെ മൈസൂർ ജംഗ്ഷൻ്റെ ഒരു മിനിയേച്ചർ മോഡലുണ്ട്, മറ്റേ സൈക്കിൾ അഗർബത്തി സ്പോൺസർ ചെയ്തത്. ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ആർക്കിടെക്ചർ ലൈഫ് ഉണ്ടോ എനിക്ക് എടുത്തിട്ട് മിസ് ചെയ്യുക. ഇത് കയറുമ്പോൾ തന്നെ കുറേ റെയിൽവേ ട്രാക്സും കുറേ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങളും മെഷീനറീസ്, ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മോർ ദാൻ ഈ എക്സിബിറ്റ് ചെയ്തേക്കുന്ന രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു വലിയൊരു സാധനമാണെങ്കിലും ചിലപ്പോൾ ഒരു ഷെൽട്ടറിൻ്റെ അടിയിൽ വെക്കാം, പക്ഷേ ഇതൊരു നരേഷൻ പോലെ, അതായത് നമ്മൾ കണ്ട് നടക്കാവുന്ന രീതിയിൽ ആ ഒരു സ്പേഷ്യൽ ക്വാളിറ്റിയും ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു നരേഷൻ പോലെ ചെയ്തിട്ടുണ്ട് മ്യൂസിയം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒരു വാക്കിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ് മ്യൂസിയം കൊടുക്കുന്നത്. ദേഹത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഒരു കോഫി അടിച്ചു. ഇവിടെ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം റേറ്റും ഉണ്ടായി. ഇതാണ് സോൾട്ടൻ. എവിടെ എന്ത് കണ്ടു കഴിഞ്ഞാലും കുരങ്ങൻ്റെ പോലെ പിടിച്ചേരും. ഇതിൽ കയറാൻ പറ്റുമെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കൊച്ചിനെ ഇതിൽ കണ്ടെന്നും പറഞ്ഞിട്ടാണ് കയറി നിൽക്കുന്നത്. ഞങ്ങൾ മൂന്നുപേരും ഏഷ്യൻ ബ്രീഡ്സ് ആണ്. അതായത് ദുബൈഷ് എമിറേറ്റ്സിലാണ് വർക്ക് ചെയ്തത്, ഞാൻ വെർജിനിൽ വർക്ക് ചെയ്യുന്ന സോൾട്ടൻ വെർജിൻ്റെ ക്രൂ ആണ്. പക്ഷേ സോൾട്ടന് ട്രെയിൻ ഭയങ്കര ക്രേസുള്ള സാധനമാണ്. അതുകൊണ്ടാണ് മൂപ്പര് അവിടെ പോയിട്ട് എല്ലാ സാധനവും റീഡ് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് എല്ലാം റീഡ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാനാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ട്രെയിനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഷിമോഗയിൽ യൂസ് ചെയ്തിരുന്ന ട്രെയിൻ ബസ്സായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിൻ ബസ് കാണുന്നത്. ഞാൻ ട്രാം കേട്ടിട്ടുണ്ട്, പക്ഷെ ട്രെയിൻ ബസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടാമത്തെ ട്രെയിൻ മ്യൂസിയമാണിത്. ആദ്യത്തെ ഡൽഹിയാണ്, രണ്ടാമത്തേതാണ് മൈസൂർ. പിന്നെ അത് വുഡൻ വാഗൻ ഉണ്ട്. This wooden wagon is nearly 100-year-old. It was found in the hotspot spot, was being used as a toolbox by permanent way gangsters. 2014 ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് എനിക്ക് മ്യൂസിയം ദ വേ ദേ കെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ വേണം മ്യൂസിയം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ തീസിസിനൊക്കെ കേസ് സ്റ്റഡീസ് എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിയം ചെയ്യുന്ന സമയത്ത് ഇതൊരു നല്ലൊരു കേസ് സ്റ്റഡി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ കീപ്പ് ചെയ്തേക്കുന്നത്. ഇതേപോലെ പുറത്തിങ്ങനെ എക്സിബിറ്റ് ഉണ്ടെങ്കിലും ആവശ്യമുള്ള പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ റൂം, ഇപ്പോഴത്തെ ഹോയ്സാല ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ട ഡോക്യുമെൻറ്റ്സും എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മ്യൂസിയത്തിന്റെ തൊട്ട് സൈഡിലാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യത്തിൽ. അതായത് ഹിസ്റ്ററി ഇവിടെയുണ്ട്, റിയൽ ആയിട്ടുള്ളത് അവിടെയുണ്ട്. റിയലി നൈസ്. ഇവിടുത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനം ഷെൽട്ടർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വുഡൻ സ്ട്രക്ചറാണ്. പഴയ ട്രെയിൻ കാണുന്ന രസമില്ലേ, ഭയങ്കര ഒരു ഈസ്തറ്റിക് സാധനം.
ഇതാണ് മഹാറാണി സലൂൺ. അതായത് മൈസൂർ രാജാവിൻ്റെ ഭാര്യ യൂസ് ചെയ്തിരുന്ന ട്രെയിനാണ് ഇത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ബ്രിട്ടനിൽ ബ്രിട്ടാനിയ ഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് സാധനങ്ങളുണ്ട്. ഇതേപോലെ അവർക്ക് വേണ്ട കൗച്ച്, ഫുഡ് ടേബിൾ, പിന്നെ സെർവൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക റൂംസ്. ഏത് സെർവൻറ്റ് റൂമാണ് ഇത്? മഹാറാണിയുടെ ട്രെയിനാണെന്നാണ് കണ്ടത്. ഇതിൽ എത്ര പേര് ട്രാവൽ ചെയ്യുന്നുള്ളത് അറിയില്ല. പക്ഷേ ഡൈനിങ് റൂമിലൊക്കെ ഒരൊറ്റ ചെയറും ഒറ്റ ടേബിളേ ഉള്ളൂ. കിച്ചൺ ഉണ്ട്, സെർവൻസ് ഉണ്ട്. അങ്ങനെ സെർവൻസും അവരുടെ പരിചാരകരും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ക്യൂൻ മാത്രമായിരിക്കും. ഇപ്പൊ അതെ പിള്ളേർക്ക് എല്ലാവരും വിചാരിച്ച് പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, നമ്മൾ അതിൽ കയറാൻ വേണ്ടി wait ചെയ്തിട്ട്. ഇത് ടോയ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ആലെല്ലാം ഈ മരച്ചോട്ടിൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പാലക്കാട് കൊല്ലംകോട് പോയപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതേപോലെയാണ്. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും വരുന്ന സ്ഥലം സെൽവിനോ മുനാശാച്ചിലോ. ഞാനിവിടെ പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലം ഈ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് അവിടെ വന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് ബസ് ഇറങ്ങി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുന്നത്. അന്ന് ചർച്ച് നല്ല ഡാർക്ക് കളറായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് പെയിൻ്റ് ഒക്കെ അടിച്ചുകൊണ്ട് പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മറ്റേത് തന്നെയാണ് ഇഷ്ടപ്പെട്ടെ. ആ ഒരു പഴയ കളറ് മിസ്സായ പോലെ തോന്നുന്നുണ്ട്. ഇത് ഈസ്റ്റർ ആയതുകൊണ്ട് ഈസ്റ്ററിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞായറാഴ്ചയാണ്. ഓഫ്കോഴ്സ് പള്ളിയിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു പള്ളിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. തൊട്ടപ്പുറം തന്നെ ഈശോന്റെ രൂപത്തിന്റെ ഫ്രണ്ടിൽ ഒരു മച്ചാൻ സെൽഫി എടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എൻ്റെ ഫോണിൽ ഈ മൈക്കൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അത് വേറെ എന്തൊക്കെ വന്നു വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചാമുണ്ഡി ഹിൽസ് ആണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ എടുക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ചാമുണ്ഡി ഹിൽസിൽ വന്നേക്കാണ്. ചാമുണ്ഡി ടെമ്പിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുമായതുകൊണ്ട് തന്നെ ഫുള്ള് ഈ പൂജപ്പും അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇപ്പോൾ കുറേ പിള്ളേർ പറ്റിക്കാനുള്ള സാധനങ്ങളും ഉണ്ട്, ടോയ്സ്. അതായത് അത്യാവശ്യം വലിയ സ്ട്രീറ്റ് ആട്ടോ, എന്നിട്ട് തീരുന്നില്ല. ഇച്ചിരി ലൈവ് സ്ട്രീറ്റ് ആണ്, കുറേ കളേഴ്സ്. അപ്പോഴേ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. എനിക്ക് 100 രൂപ എൻട്രി ഫീസ് ഉണ്ടെന്നാണ്. പിന്നെ ചെരുപ്പം മൂരിൻ്റെ സ്ട്രൈറ്റ്. ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ അടുത്ത് കുത്തുന്തോറും ഫുള്ള് പൂജക്കുള്ള സാധനങ്ങൾ തേങ്ങയായിരിക്കണം. ഞങ്ങൾ അകത്ത് കയറാനൊക്കെ വെച്ച് വന്നതാണ്. അമ്മാതിരി ക്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വല്ല ഇനി പ്രത്യേകിച്ച് പൂജ ഉണ്ടോന്നൊന്നും അറിയില്ല. ആൾക്കാര് ഒരു പശുവിനെ കണ്ടപ്പോ തൊട്ട് ഇറങ്ങുന്നുണ്ട്. സോ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചാമുണ്ടേശ്വരി ടെമ്പിൾ. എനിക്ക് ടെമ്പിൾ ആർക്കിടെക്ചറിൽ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ കൂടുതലും ട്രാവൽ ചെയ്തേക്കുന്നത് ടെമ്പിൾ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിലാണ്. എനിക്ക് അവിടുത്തെ സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം. എനിക്ക് തോന്നുന്നത് ഏജിൻ്റെ വ്യത്യാസമാണെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് കാലഘട്ടത്തിലെ അമ്പലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ അമ്പലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് മഹാബലിപുരം ആ ഒരു ഏരിയയിലെ അമ്പലങ്ങളൊക്കെ പരമാവധി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നല്ല തിരക്കാണ്. ഇന്ന് നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല, കാരണം
VIP പാസ് ഉണ്ട് ഒരു 1500, പക്ഷേ അതും ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എന്തായാലും പോകാനുള്ള പ്ലാനാണ്. ഇതിൻ്റെ ഇടയിൽ ജോൾട്ടൻ ആരോ ഏതോ പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ച് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അള്ളാഹ്ക്കറിയാം തല്ലും വാങ്ങി വരുമെന്ന്. അപ്പോൾ അതേ നമ്മൾ ചാമണ്ടി കയറാണ്ട് തിരിച്ചു പോവാണ്. കുറച്ച് ദിവസമായിട്ട് ഈ ഓട്ടോറിക്ഷ നമ്മളൊരു ദേശീയ വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. ഫുള്ള് ട്രാവലിങ് ഓട്ടോറിക്ഷയിലാണ്. നമ്മൾ ഓരോ ട്രിപ്പിനും ഓരോ ഓട്ടോ ആയിട്ട് ഹയർ ചെയ്യലാണ്. അപ്പോൾ അതേ ഇന്ന് കിട്ടിയ നമ്മുടെ ഓട്ടോ ഫെറാറിയുടെ ഓട്ടോ ആണ്. അപ്പോൾ ഗ്രേക്ക് അത് കണ്ടിട്ട് പറയാം നമ്മൾ ഫെറാറിയിലാണ് ട്രാവൽ ചെയ്യണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയി ഫ്രഷായി ഇവിടുത്തെ ഫേമസ് പുലാവ് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് മട്ടൻ പുലാവാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹനുമാന്തു മട്ടൻ പുലാവാണ്. മൈസൂരിലെ ഏറ്റവും ഫേമസ് ആണെന്നാണ് പറയുന്നത്. സംഭവം കൊള്ളാട്ടോ, ഭയങ്കര ഫ്ലേവറുള്ള റൈസ്. അതായത് മട്ടൺ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ റൈസ് എന്തായാലും ഇഷ്ടമാവും. ഭയങ്കര ഒരു സ്പൈസിയാണ്, അത്യാവശ്യം സ്പൈസിയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള റൈസായിരുന്നു. അടിപൊളിയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നേരെ റൂമിൽ പോയി പൂളിൽ ചാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു.